സ്വാഗതം. അഷ്ടമുടിയുടെ സൗന്ദര്യം വരികൾ കൊണ്ട് വർണ്ണിച്ച തിരുനെല്ലൂരും കുരീപ്പുഴയും, വർണ്ണങ്ങൾ കൊണ്ട് നിറച്ച ജയപാല പണിക്കർ, ഇവരുടെയൊക്കെ ഭാവനകളെ സമ്പന്നമാക്കിയ അഷ്ടമുടിക്കായൽ ഇന്നില്ല. കയ്യേറ്റവും മാലിന്യവും കൊണ്ട് ഈ കായൽ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേക്കുറിച്ചുള്ള അന്വേഷണമാണ് അഷ്ടമുടിയുടെ കണ്ണുനീർ. മുടി എട്ടും കോർത്തു കെട്ടി വിരൽ നൂറാൽ കാറ്റു തൂക്കി വിരിഞ്ഞങ്ങനെ തിരിഞ്ഞങ്ങനെ കിടക്കുന്നോള് എൻ്റെ തുഴത്തണ്ടിൽ താളമിട്ട് തുടിക്കുന്നോള്. കരിങ്കക്ക മുകിൽ കൂട്ടം അമരത്തും അണിയത്തും തടം തിങ്ങി മെല്ലയങ്ങനെ തുഴഞ്ഞു പോകെ എൻ്റെ ജലക്കൂട്ടെ നിറക്കൂട്ടെ നിറഞ്ഞ് നില്ല്. ദൂരെ പകലോന്റെ പള്ളി വേട്ടയ്ക്കൊരുങ്ങി നില്ല്. ആകാശനീലിമയുടെ ഒരു തുണ്ട് അടർന്നു വീണതുപോലെയാണ് അഷ്ടമുടിക്കായൽ. ആരെയും മോഹിപ്പിക്കും. കല്ലടയാറിനെ വാരിപ്പുണർന്ന് അറബിക്കടലിനെ തൊട്ടുരുമ്മി അലസമായി ഒഴുകുന്ന കായലിന് 8 മുടികൾ. ദക്ഷയാഗം കഥയുമായി കായലിന് ബന്ധമുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത്. പഴയകാലത്തും വിദേശ സഞ്ചാരികളുടെ സ്വപ്നഭൂമിയായിരുന്നു എന്നതിന് തെളിവായി നിരവധി വരികൾ മയൂര സന്ദേശത്തിലുണ്ട്. ജീവൻ്റെ, തെളിനീരിൻ്റെ, മത്സ്യങ്ങളുടെ, കയറിൻ്റെ, അങ്ങനെ മനുഷ്യജീവിതവുമായി കണ്ണിച്ചേരുന്ന ഒരുപാട് കാര്യങ്ങൾ അഷ്ടമുടിയുമായി ബന്ധപ്പെട്ടിരുന്നു. ചൂണ്ടയിട്ടും ചെറുവള്ളങ്ങളിൽ പോയും കക്കവാരിയും കരിമീൻ പിടിച്ചും എത്രയോ മനുഷ്യർ ഈ കായൽ കൊണ്ട് ഉപജീവനം നടത്തി. രംഗത്ത് വന്നിട്ട് ഒരു 40 വർഷമാകും. 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തി പോയി. പിന്നെയും വയ്യാതായി. ലാസ്റ്റ് പീരീഡ് വീണ്ടും അത് അറിയാവുന്ന തൊഴിലായതുകൊണ്ട് അതിലേക്ക് വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ തൊണ്ടഴുക്കലും കയറ് പിരിക്കുന്ന അതിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഈ കായലിനെ ആശ്രയിച്ചുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ ഇപ്പം മക്കളൊക്കെ പലയിടത്തായി, നമ്മൾ മാത്രമായി. എന്നാലും ഇതുകൊണ്ട് ഇങ്ങനെ ഒരു പരിമിതമായിട്ട് കഴിഞ്ഞു പോകുന്നു. അന്ന് ഈ മറ്റിതുകളൊന്നും ഇല്ലായിരുന്നു. ഈ ബോട്ടും ഈ സർക്കാർ വെള്ളമൊക്കെ അടുത്ത സമയത്താണ് വന്നത്. ഇപ്പോൾ പിന്നെ ഈ വാട്ടർ ട്രാൻസ്പോർട്ട് സർക്കാരിൻ്റെ
അതിങ്ങനെ മണിക്കൂർ ഇടവിട്ടു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചില എമർജൻസി ആളുകൾ വന്നാൽ നമ്മളങ്ങോട്ട് കൊണ്ടുവിട്ടാൽ 10 രൂപ, 20 രൂപ, 30 രൂപ, ചിലർ 50 രൂപയും തരും, ചിലർ 100 രൂപ തരും. ചിലപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ആൾ വലിയ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥനും അവരുമൊക്കെ കാണും. എന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞ് 100 ചിലപ്പോൾ 500 ഒക്കെ തന്നിട്ട് പോകുന്ന ഇതുകളുണ്ട്. പരിമിതമായിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു 150-200 രൂപയ്ക്കകത്ത് കിട്ടും. അത് വെളുപ്പിലെ ഒരു 5 മണിക്ക് വരും. വന്നാൽ 6-7 മണി വരെയും ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. പിന്നെ ഇച്ചിരി ആഹാരം തന്നെ നമ്മൾ കൊണ്ടുവന്നാണ് കഴിക്കുന്നത്. ഈ ചാൻസ് നഷ്ടപ്പെടാതെ പോകണം. ഇത്രയൊക്കെ തന്നെ കാര്യം. മാറാൻ പറ്റത്തില്ല. അതിന് അക്കരെ കൊണ്ട് തരും, വലിയ അവിടെ കൊണ്ടുവരും, നമ്മൾ കഴിക്കും. അവരൊരു തൊഴിലുറപ്പ് ജോലിക്ക് പോകും. വികസനത്തിൻ്റെ മലവെള്ളപ്പാച്ചിലിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു. നേട്ടങ്ങൾ കൊയ്തെടുക്കാനുള്ള തൃഷ്ണയിൽ കായൽ സംരക്ഷണമെന്ന പദം അധികപ്പറ്റായി. കായൽ വിസ്തൃതിയിൽ 4/1 ഇന്ന് കയ്യേറ്റക്കാരുടെ കയ്യിലാണ്. കായലിൽ കല്ലുകൊണ്ട് തിട്ടകെട്ടി മണ്ണിട്ട് നികത്തിയാണ് അധീശത്വം സ്ഥാപിക്കുന്നത്. കായൽ കയ്യേറ്റം ഈ അഷ്ടമുടി കായലിൻ്റെ എല്ലാ ഭാഗത്തും കയ്യേറുകയാണ്. കയ്യേറുക എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ഥലം കായൽ പ്രദേശമുള്ളിടത്ത് കായലിലോട്ട് പാറയും മറ്റ് കല്ലും ഒക്കെ അടുക്കി അത് നികത്തിയെടുത്ത് മണ്ണിട്ട് നികത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. അത് എല്ലാ ഭാഗത്തുണ്ട്. പണ്ടുള്ള കായലിൻ്റെ വിസ്തൃതിയിൽ നിന്ന് ഏതാണ്ട് ഒരു 1/4 ഭാഗത്തോളം 25% കായൽ നശിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ ടൂറിസത്തിൻ്റെ മറവിലാണ് ഈ കായൽ കയ്യേറ്റങ്ങൾ നടക്കുന്നത്. ടൂറിസം എന്ന് പറഞ്ഞിട്ട് ടൂറിസം എല്ലാത്തിനും നല്ല കാര്യം തന്നെ, നമുക്ക് ടൂറിസം വേണം. പക്ഷേ ആ ടൂറിസത്തിൻ്റെ മറവിൽ കായൽ കയ്യേറ്റമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പൂർവികർ തന്നെ പറയാറുണ്ട്, അഷ്ടമുടി കായലിൻ്റെ ആ വീതിയൊക്കെ എവിടം വരെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാം ചുരുങ്ങി. ചുരുക്കം പറഞ്ഞാൽ ഈ കരകൾ ഇരു കരക്കാരും മത്സരിച്ച് നികത്തുന്നതിൻ്റെ ഫലമായി എനിക്ക് പോകുന്ന ഈ അഷ്ടമുടി കായൽ ഇപ്പോൾ ഒരു തോടായി മാറും. ആ ഭാഗത്തേക്കാണ് നീങ്ങുന്നത്. അപ്പോൾ ഇതിനെതിരെ ഇവിടെ പല പ്രസ്ഥാനങ്ങളും രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ എത്രമാത്രം പതിയുന്നില്ല എന്നുള്ളത് ഒരു സങ്കടകരമായ വാർത്തയും ഉണ്ട് ഞങ്ങൾക്ക് പറയാനും. വലിപ്പം കൊണ്ട് കേരളത്തിലെ 2ാമത്തെ കായലാണ് അഷ്ടമുടി കായൽ. അന്തർദേശീയ പ്രാധാന്യമുള്ള നീർത്തടം. നിരവധി പേർ ഇതുകൊണ്ട് ഉപജീവനം നടത്തുന്നു. പക്ഷേ കായലിൻ്റെ വിസ്തൃതി ദിനംപ്രതി കുറഞ്ഞു വരികയാണ്. കാണാം ഇടവേളയ്ക്കു ശേഷം.